13ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമാപിച്ചു. പ്രവാസി ഭാരതീയ പുരസ്കാരങ്ങൾ ഉപരാഷ്ട്രപതി ഹാമിദ് അൻസാരി സമ്മാനിച്ചു. മലയാളിയായ അഷ്റഫ് താമരശ്ശേരി പ്രവാസി ഭാരതീയ പുരസ്കാരം ഏറ്റുവാങ്ങി. ഗുജറാത്തിലെ ഗാന്ധിനഗറിലാണ് 3 ദിവസം നീണ്ടുനിന്ന പ്രവാസി ഭാരതീയ ദിവസിന്റെ സമാപന ചടങ്ങുകൾ നടന്നത്. ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗോയാന രാഷ്ട്രപതി ഡൊണാൾഡ് ആർ റാമോത്തടക്കം 15 പേർ ഉപരാഷ്ട്രപതിയിൽ നിന്ന് പ്രവാസി ഭാരതീയ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. മലയാളിയായ അഷ്റഫ് താമരശ്ശേരിയും പുരസ്കാരം സ്വീകരിച്ചു. Especially in the field of repatriation of human mortal remains to various destinations from the UAE. ഈ വോട്ടിനെ സംബന്ധിച്ച പ്രഖ്യാപനം ഉൾപ്പെടെയുള്ളവ പ്രവാസികൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലാതെയാണ് ഇത്തവണത്തെ പ്രവാസി ഭാരതീയ ദിവസ് കടന്നുപോയത്. എണ്ണവില കുറയുന്നത് പ്രവാസികളുടെ, പ്രത്യേകിച്ച് ഗൾഫ് മലയാളികളുടെ ജോലി സ്ഥിരതയെ ബാധിക്കുമെന്ന ആശങ്കയും ഈ പ്രവാസി ഭാരതീയ ദിവസിൽ ഉയർന്നുവന്നു. പ്രവാസികൾക്ക് വേണ്ടി പുനരധിവാസ പാക്കേജ് വേണമെന്ന ശക്തമായ ആവശ്യവും ഇത്തവണ ഉയർന്നു വന്നത് ഈ പശ്ചാത്തലത്തിലാണ്. ക്യാമറമാൻ വികാസ് കുമാർ റായ്ക്കൊപ്പം ഗാന്ധിനഗറിൽ നിന്നും അരുൺ നാരായൺ, റിപ്പോർട്ടർ.